സാമൂഹ്യക്ഷേമ പെൻഷൻ സഹകരണ സ്ഥാപനങ്ങൾ വഴി വീട്ടിലെത്തിക്കുന്നത് നിർത്തലാക്കിയ UDF സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ചും ക്ഷേമ പെൻഷൻ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെയും CPM കണ്ടല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടല്ലൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം U പ്രതിഭ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യക്ഷേമ പെൻഷൻ സഹകരണ സ്ഥാപനങ്ങൾ വഴി വീട്ടിലെത്തിക്കുന്നത് നിർത്തലാക്കിയ UDF സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചും ക്ഷേമ പെൻഷനുകൾ അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചും CPM കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടല്ലൂർ വില്ലേജ് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം U പ്രതിഭ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ വ്യത്യസ്തമായ ഭൂമികയായിരുന്ന ഇന്ത്യയിലെ നമ്പർ 1 എന്ന് നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് പറയാൻ കഴിയാവുന്ന നീതി ആയോഗിന്റെ പട്ടികയിൽ വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാം ഒന്നാം സ്ഥാനത്തുള്ള നമ്മുടെ ഈ കൊച്ചു കേരളത്തെ 3 മാസക്കാലം കൊണ്ട് ഇങ്ങനെയാക്കാൻ കഴിയണമെന്ന് ഇവര് ചില്ലറ പാർട്ടിയല്ല ഇപ്പം ഭരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ വളരെ അഭിമാനത്തോടെ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരോട് സംസാരിക്കണം. 68 ലക്ഷം മനുഷ്യർ പെൻഷൻ വാങ്ങുന്ന ഒരു നാട്. 68 ലക്ഷം മനുഷ്യർ പെൻഷൻ വാങ്ങും. അതിനുവേണ്ടി ഒരു സംസ്ഥാനത്തെ ഗവൺമെന്റ് 1000 കോടി രൂപ അങ്ങോട്ട് മാറ്റി വെക്കുക. ഞങ്ങൾ പാവപ്പെട്ട അച്ഛനമ്മമാരുടെ കൈകളിലേക്ക് പെൻഷൻ കൊണ്ട് കൊടുക്കുമായിരുന്നു. അവരുടെ സ്നേഹം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ടായിരുന്നു. അവരുടെ വാത്സല്യം ഞങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചു കിട്ടുന്നുണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അത് കത്താൻ വേണ്ടിയല്ലായിരുന്നു. ഇവിടുത്തെ ദേശീയ ബാങ്കുകളിലേക്ക് പോകുന്ന ഞങ്ങൾ പലപ്പോഴും പറയും, ഞാൻ കുട്ടനാട്ടിൽ ജനിച്ചു വന്ന ആളാണ്. നമ്മളവിടെ കർഷക തൊഴിലാളി പറയുന്നത് ഒരുപാട് പോലെ മുഴുവൻ വളഞ്ഞിരിക്കും. കർഷക തൊഴിലാളിക്ക് പാടത്ത് പണി ചെയ്ത് കഴിയുമ്പോൾ വർഷങ്ങളായിട്ട് കുനിഞ്ഞെന്ന് പണി ചെയ്ത് അവരുടെ ജോലി അങ്ങനെയാവുന്നതുകൊണ്ട് മുതുക ഒരുപാട് പോലെ വളഞ്ഞിരിക്കുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കാനായിട്ട് ആദ്യകാലത്ത് നമ്മൾ തീരുമാനിച്ചപ്പോൾ അന്ന് കോൺഗ്രസ് പറഞ്ഞു പ്രത്യുത്പാദനപരമല്ല ഈ പെൻഷൻ എന്ന് പറഞ്ഞു. പ്രത്യുത്പാദനം തിരിച്ചു കിട്ടുന്നതല്ല. നമ്മുടെ നാടിനെ വളർത്തി നമ്മളെ ഊട്ടി വളർത്തുന്ന പാവപ്പെട്ട വൃദ്ധമാതാക്കൾക്ക് കുറച്ച് പണം കൊടുക്കാനായിട്ട് 40 രൂപ കൊടുക്കാൻ ആലോചിച്ച സമയത്താണ് പറയുന്നത് ഒന്നും തിരിച്ചു കിട്ടുന്നതല്ല. അതെന്തിനാണ് ഈ നഷ്ടം വരുന്നത് ചോദിച്ച കോൺഗ്രസേ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇതിന്റെ അപ്പുറം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇനി ഈ പെൻഷൻ നിങ്ങൾ അട്ടിമറിക്കരുത് എന്ന മാത്രം ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. M രാമചന്ദ്രൻ അധ്യക്ഷനായി, C അജികുമാർ, അഭിലാഷ്, R ഷൈനി, A അജിത്ത്, രശ്മി ശ്രീനി, സജീവി ശശി എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.